തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് മതിയായ ചികിത്സ ലഭിച്ചില്ല എന്ന് ബന്ധുക്കൾ പരാതിപ്പെട്ട രോഗി മരിച്ചു. മണ്ണന്തല സ്വദേശിയായ അംബികയാണ് മരണപ്പെട്ടത്. കാലിന് മുറിവേറ്റ് ചികിത്സയ്ക്കെത്തിയ അംബികയ്ക്ക് സ്കാനിംഗ് തുടർ പരിശോധനകൾ വൈകിയെന്നാണ് ബന്ധുക്കൾ പരാതിപ്പെട്ടിരുന്നത്. മാതൃഭൂമി ന്യൂസ് വാർത്ത റിപ്പോർട്ട് ചെയ്ത മണിക്കൂറുകൾക്കുള്ളിലാണ് അംബികയുടെ മരണം. വാഹനത്തിൽ സ്വയം നടന്നു കയറിയ അമ്മയാണ്. ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്ന അമ്മയാണ്. കാലിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, സെല്ലൈറ്റിസിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അല്ലാതെ വേറെ ഒരു തരത്തിലുള്ള വേറെ അസുഖങ്ങളോ ബുദ്ധിമുട്ടൊന്നുമില്ല. അമ്മ മെഡിക്കൽ കോളേജിൽ പോയതിന് ശേഷമുള്ള ഗുരുതരമായ പിഴവുകൾ കാരണമാണ്, അവിടെ ചികിത്സ സംബന്ധിച്ചുള്ള പിഴവ് കാരണം തന്നെയാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ആശുപത്രിയിൽ കൊണ്ടുപോയി സ്കാനിങ്ങിൻ്റെ അന്ന് 5 മണിക്കൂറോളം അമ്മ ഡയബറ്റീസ് പേഷ്യൻ്റാണ്, ബോഡിയൊക്കെ നല്ല വീക്കാണ്. അപ്പോൾ 5 മണിക്കൂറോളം ഒന്നും കഴിക്കാതെ അവർ സ്കാനിങ്ങിന് വെയിറ്റ് ചെയ്തു. മകൻ പലവട്ടം അധികാരികളടുത്ത് ചോദിച്ചു ഒന്നും ഒന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ സ്കാനിങ്ങിന് കഴിഞ്ഞ ശേഷമാണ് ഒരു ഫിറ്റ്സ് വരികയും പിന്നെ തുടർന്ന് 3 ദിവസത്തോളം അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുകയായിരുന്നു. ആരോഗ്യ മന്ത്രി എന്നെ മറുപടി പറയണമെന്നാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ കേട്ടത് അംബികയുടെ അടുത്ത ബന്ധുവിന്റെ പ്രതികരണമാണ്. അവർ പറയുന്ന ഒരു കാര്യം, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ അംബികയ്ക്ക് ഇല്ലായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയ്ക്കായി കൊണ്ടുപോയി 5 മണിക്കൂർ, ഡയബറ്റിക് പേഷ്യന്റ് ആണ്, 5 മണിക്കൂർ ഭക്ഷണം കഴിക്കാതെ സ്കാനിങ്ങിന് വേണ്ടി കാത്തിരിക്കേണ്ടി വന്നു. അപ്പോൾ ആ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുണ്ടായ ഗുരുതരമായ അനാസ്ഥ, ഈ രോഗിയെ അറ്റൻഡ് ചെയ്യുന്നതിൽ വന്ന കാലതാമസം, ഇതെല്ലാമാണ് അവരുടെ അംബികയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇത്രയും വഷളാക്കിയതെന്ന ആരോപണമാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. രാഹുൽ ജി നാഥ് നമുക്കൊപ്പം തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. രാഹുൽ, എന്താണ് കുടുംബം പറയുന്നത് അവരുടെ അനുഭവത്തെക്കുറിച്ച്? എന്ത് നിലയിലുള്ള പിഴവ് അല്ലെങ്കിൽ ഒരു അനാസ്ഥ ആശുപത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നാണ് അവരുടെ വാദം? ദിവിഷ്, ഇവിടെ ഏറെ ആശങ്കയുണ്ടാക്കുന്ന കാര്യം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ 4-ാം വാർഡിലുണ്ടായിരുന്ന രണ്ടുപേർ ഒരേ രോഗലക്ഷണമായി എത്തുന്നു. ഒരേ സമയത്താണ് ഇവർ ചികിത്സ തേടുന്നത്. അവർ രണ്ടുപേരും മരണത്തിന് കീഴടങ്ങി എന്നുള്ള കാര്യമാണ് ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ളത്. കാരണം ഇന്നലെ പാറശാല സ്വദേശിയായ ജമീലയുടെ മകൻ പ്രതികരിച്ചിരുന്നു. കാലിൽ ഇത്തരത്തിൽ മുറിവുമായി ചെന്നു. ജമീലയും പ്രമേഹ രോഗിയായിരുന്നു. അത്തരം മുറിവ് ഉണങ്ങുന്നില്ല. ജമീലയ്ക്ക് നിലത്ത് കിടന്നാണ്, ആ ദൃശ്യങ്ങൾ നമ്മൾ പല തവണ കാണിച്ചതാണ്, 4-ാം വാർഡിൽ നിലത്ത് കിടന്നാണ് ജമീല ചികിത്സ തേടിയത്. അതേ ഘട്ടത്തിൽ തന്നെയാണ് പുറകിൽ നമുക്ക് ആ വീട് കാണാം. അണ്ണന്തലയിലെ ഈ വീട്ടിൽ നിന്നാണ് അംബിക എന്ന അമ്മ, ആരോഗ്യവതിയായിരുന്ന അമ്മ, ഈ കാലിലെ മുറിവ്, ഇതേ രോഗലക്ഷണമായിരുന്നു, കാലിലെ മുറിവുമായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകുന്നത്. പോയി തിരിച്ചെത്തുമ്പോൾ വലിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുന്നു. സ്കാനിങ്ങിൻ്റെ ഡേറ്റ് വൈകുന്നു. അതിൻ്റെ ഭാഗമായി ആരോഗ്യ പ്രശ്നമുണ്ടായി. ഒടുവിൽ പക്ഷാഘാതം ബാധിച്ചുകൊണ്ടാണ് തിരിച്ചെത്തിയത്. എന്തായാലും ഇന്നലെ നമ്മോട് പ്രതികരിച്ചിരുന്നു മകന് ഇപ്പോൾ നമ്മോട് സംസാരിക്കണം എന്ന് പറഞ്ഞു, അംബികയുടെ മകന്. കാരണം ഇത് ചൂണ്ടിക്കാണിക്കേണ്ട പ്രശ്നമാണ്. അനാസ്ഥ മൂലമാണ് അമ്മയ്ക്ക് മരണം സംഭവിച്ചതെന്നാണ് ആവർത്തിച്ച് പറയുന്നത്. എന്താണ് പറയാനുള്ളത്? അല്ല, ഇതിപ്പം എന്ത് പറയാനാ, ഒന്നും പറയാൻ പറ്റാത്ത അത്രയ്ക്കും ഒന്നും പറയാൻ കഴിയുന്നില്ല. ഈ ഒരു അവസ്ഥ ഇനി ആർക്കും ഉണ്ടാവരുത്. കാരണം ഇനിയും കുറേ കാലം ജീവിക്കേണ്ട എൻ്റെ അമ്മയാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. എൻ്റെ അമ്മയെപ്പോലെ തന്നെ വേറൊരു അമ്മ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച് 4 ദിവസം മുമ്പ് അവരും മരണപ്പെട്ടു. ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജിൽ ഇവരെന്ത് ചികിത്സയാണ് ഇപ്പോൾ കൊടുക്കുന്നത്? എന്ത് വിശ്വാസത്തിലാണ് പാവങ്ങൾ ഈ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകേണ്ടത്? നിസാര ഒരു ചികിത്സയ്ക്ക് വേണ്ടി പോയ അമ്മ ഇവിടെ സ്ട്രോക്ക് വന്ന് വീട്ടിൽ വന്ന് അമ്മ മരണപ്പെട്ടു. ഒന്ന് എണീറ്റ് നേരെ തുറന്ന് വായിക്കൂടെ നേരെ ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന അമ്മയ്ക്ക് ഒരു തുള്ളി വെള്ളം ഇറക്കാൻ പറ്റാണ്ടാണ് മുക്കിൽ കൂടെ ട്യൂബിൽ കൂടെ വെള്ളം കൊടുത്താണ് അമ്മ ഈ 4 ദിവസം ഇവിടെ കിടന്നു. അപ്പോൾ ഇത് ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ പിടിപ്പുകേടല്ലേ? ഒരു ജീവൻ നഷ്ടപ്പെടും. ഈ കാണിച്ച അനാസ്ഥ പോലെ എൻ്റെ അമ്മയെ തിരിച്ചു തരാൻ കഴിയുമോ? ഇവർക്ക് പറ്റില്ല. അപ്പോൾ ഇനി ആവർത്തിക്കരുത്. ഈ ജനം പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു പേഷ്യൻറ്റിന് പോലും ഇനി നിലത്ത് കിടന്ന് ചികിത്സ തേടേണ്ട അവസ്ഥ ഈ മെഡിക്കൽ കോളേജിൽ ഉണ്ടാകരുത്. അത്യാവശ്യത്തിന് ബെഡ് സൗകര്യങ്ങളെങ്കിലും കൊടുക്കണം. അതിനനുസരിച്ച് സമയബന്ധിതമായിട്ടുള്ള ചികിത്സ, അതാണ് ഏറ്റവും അത്യാവശ്യം വേണ്ടത്. 5 മണിക്കൂറാണ് എൻ്റെ അമ്മ സ്കാനിങ്ങിന് വേണ്ടിയിട്ട്, 8 മണിക്കൂറാണ് അമ്മ സ്കാനിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ആഹാരം 8 മണിക്കുമ്പോൾ ആഹാരം കഴിച്ചിട്ട് അതിനുശേഷം 8 മണിക്കൂർ ഒരു തുള്ളി വെള്ളം പോലും. അത് ഡയബറ്റിക് പേഷ്യൻ്റാണ്. അത് അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ആ ജീവനക്കാരല്ല കുറ്റം പറയുന്നത്, അവിടുത്തെ സിസ്റ്റം ഫെയിലർ ആയതിനാണ് കുറ്റം പറയുന്നത്. ഒന്നിൽ കൂടുതൽ സ്കാനിങ് മെഷീൻ ഉണ്ടായിരുന്നത് എൻ്റെ അമ്മയ്ക്ക് ഈ ഗതി വരില്ലായിരുന്നു. ഈ ഫിറ്റ്സ് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ട്രോക്ക് വന്ന് ഈ കിടന്ന് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇനിയെങ്കിലും സർക്കാർ കണ്ണു തുറന്ന് വേണ്ട കാര്യങ്ങൾ ചെയ്ത്
ഇനിയുള്ള ഒരു കിടപ്പ് രോഗികൾക്കായാലും ശരി, ചികിത്സ തേടി വരുന്ന രോഗികൾക്കായാലും സമയബന്ധിതമായിട്ട് ചികിത്സ അത് വളരെ ഇപ്പം ആ മകൻ പറയുന്ന കാര്യങ്ങൾ 8 മണിക്കൂറൊക്കെ സ്കാനിങ്ങിന് വേണ്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കാത്തു നിൽക്കേണ്ട, അതും അവർ ഡയബറ്റിക് പേഷ്യൻ്റ് ആണ്, അതൊരു പ്രശ്നമുണ്ട്. 8 മണിക്കൂർ സ്വാഭാവികമായും സ്കാനിങ് ചെയ്യേണ്ട ഒരാൾക്ക് അവരോട് വെള്ളം കുടിക്കരുത് എന്നാണ് പറയുക. അപ്പോൾ 8 മണിക്കൂറാണ് വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ അംബിക എന്ന അമ്മ കാത്തിരുന്നത്. അതിന് പിന്നാലെയാണ് ഫിറ്റ്സ് ഉണ്ടായത്. അതാണ് ഈ പക്ഷാഘാതത്തിന് കാരണമായതെന്നാണ് ഇപ്പോൾ കുടുംബം ഉന്നയിക്കുന്ന പരാതി.